ഇന്ത്യനെ ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി ലോകത്തിൻ്റെ 4ാം നമ്പറിൻ്റെ ഇക്കോണമിയായി മാറ്റിയ ഒരു സർക്കാരാണ്. അതിൻ്റെ ഒരു മീഡിയം ടേമും ലോങ് ടേം ഇക്കണോമിക് സ്ട്രാറ്റജീൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജനയാണോ, ജൽജീവൻ മിഷനാണോ, PM ആയുഷ്മാനാണോ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? 2017 എയിംസ് വരും. എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസിഷൻ ചെയ്യാത്ത സർക്കാരാണ് ലെഫ്റ്റ് സർക്കാർ. PM ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് 70 വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ. PM ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ. അതിന് കാശ്, അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ ഇന്നും 6000 കോടി 32 ലക്ഷം വീട്ടിൽ ജൽജീവൻ മിഷൻ എത്തിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്ന അല്ല പറയേണ്ടത്. ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് 5, 9, 8, 9 കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട 10 കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല, തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിൻ്റെ സമയത്ത് ദുർപ്രചരണം ചെയ്യാനില്ല. വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലത്ത് NDA സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. ഇന്ന് ഈ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടൂറിസം മേഖലയിലാണോ, സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ്ങിലാണോ, ഇലക്ട്രോണിക് കോമ്പണൻസ് മാനുഫാക്ചറിങ്ങിലാണോ, AI-യിലാണോ, കർഷക മേഖലയിലാണോ, ഇതെല്ലാം ഓൾ ഇന്ത്യ യുവാക്കൾക്ക് അവസരങ്ങളാണ്. പക്ഷേ അതിനെ നടപ്പിലാക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ കപ്പാസിറ്റി വേണം, കഴിവ് വേണം. നോക്ക്, ഈ മുദ്രാവാക്യവും സ്ലോഗൻസും എടുത്ത് നടക്കുന്ന സർക്കാരല്ല നരേന്ദ്രമോദിൻ്റെ സർക്കാർ. 11 കൊല്ലം ഇന്ത്യ എവിടെയായിരുന്നു? 11 കൊല്ലം മുമ്പേ ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് അതിൻ്റെ ഉറപ്പും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മുമ്പിലിരുന്നല്ലോ. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വികസനം നടക്കില്ല, അതൊരു ചർച്ച ആക്കണം, ഒരു ചർച്ചാ വിഷയം ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു വിവാദം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല, ഇതൊരു ചർച്ച ചെയ്യണം. അതിന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയൂ, ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിൻ്റെ ചർച്ച ചെയ്യണം. നോക്കൂ, എയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിവാദത്തിൽ കയറാൻ എനിക്കൊരു ആഗ്രഹമില്ല. നിങ്ങൾ എന്ത് ടെംപ്റ്റേഷൻ ചെയ്താലും എനിക്ക് ഒരു ആഗ്രഹമില്ല. എയിംസിൻ്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് ആക്വിസിഷൻ കാലിക്കറ്റിൽ ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല. ഇതാണ് സത്യം.
അത് ചെയ്യട്ടെ, ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ്, എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ റാപ്പിഡ് റെയിൽവേ ആണോ, ഹൈവേ ആണോ, എയിംസ് ആണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം. ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ, കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണോ, സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആരെയാണ് പറ്റിക്കുന്നത്, ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ, അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെൻറ്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ, AKG സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് 75% സ്കൂള് സേഫാക്കാൻ കാശില്ല. എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ആരെയാണിത് പറ്റിക്കുന്നത്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.